ആദ്യം നമുക്ക് നമ്മുടെ ടാങ്ക് ഒന്ന് സ്റ്റോണുകൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ലാവാക്കല്ലാണ് വെച്ചിട്ടുള്ളത്. ഡെക്കറേറ്റ് ചെയ്യാൻ ലാവാക്കല്ലാണ് എനിക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം സബ്സ്ട്രേറ്റ് പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് ലൈവ് പ്ലാന്റിന് വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സബ്സ്ട്രേറ്റ് പൗഡറും സോയിലും ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം ലൈവ് പ്ലാന്റിന് യൂസ് ചെയ്യണ സോയിൽ ആഡ് ചെയ്യുക. അത് കുറച്ചൊന്ന് ഫില്ല് ചെയ്തിടുക. സോയിലിൻ്റെ തിക്നെസ് കൂടിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് റൂട്ടിന് നല്ലതാണ്. ചെടിയുടെ റൂട്ടിനായിട്ടും ബെറ്ററാണത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒന്നും കൂടി സബ്സ്ട്രേറ്റ് ഒന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ കട്ട പിടിക്കാതെ ഇടാൻ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇടുക. വീണ്ടും ഒരു ലെയർ സോയിൽ ആഡ് ചെയ്യുക. ഈ സോയിലും സബ്സ്ട്രേറ്റും യൂസ് ചെയ്തില്ലെങ്കിലും ചെടി വളരും, പക്ഷേ അധികം നാൾ നിലനിൽക്കില്ല. ലൈവ് പ്ലാന്റ് അക്വേറിയത്തിലുണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അമോണിയത്തിൻ്റെ അളവ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അക്വേറിയം പ്ലാന്റ് സീഡാണ്. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 100 രൂപ വരുന്നുള്ളൂ. ഇതൊന്ന് അതുകൂടെ സ്പ്രെഡ് ചെയ്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ലൈവ് പ്ലാന്റിൻ്റെ സീഡ് അധികം തിക്കായിട്ട് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അതിന് വളരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സീഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമുള്ള പോർഷനിൽ മാത്രം സീഡ് ഇടുന്നതായിരിക്കും നല്ലത്. ഞാനിട്ടപ്പോൾ ലാവാറോപ്പൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കവർ ചെയ്ത് വെക്കുക. പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ടാങ്കിൻ്റെ അപ്പർ പോർഷൻ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഡയറക്റ്റ് വെയിൽ കൊള്ളിടത്തോ അല്ലെങ്കിൽ ചൂട് അധികം ഉള്ളിടത്തൊന്നും വെക്കാതിരിക്കാൻ സൂക്ഷിക്കുക. കൊറിയം ഓരോ ദിവസം ഇടവിട്ട് നനയ്ക്കുന്നതായിരിക്കും നല്ലത്. സീഡ് ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ദിവസത്തിൽ 8 മണിക്കൂറെങ്കിലും വൈറ്റ് ലൈറ്റിന് താഴെ അക്വേറിയം വെക്കണം. ഇതിൽ ഓരോ ദിവസത്തെ വളർച്ചയാണ് ഇതിൽ കാണിക്കുന്നത്. വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, ലാവാക്കല്ലിൽ വീണിട്ടുള്ള വിത്ത് വരെ മുളച്ചു വന്നിട്ടുണ്ട്. ചെടികളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. വിചാരിച്ചതിനേക്കാൾ നല്ല ഭംഗിയിൽ ചെടികളൊക്കെ നിൽക്കണുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ ചെടികൾ പെട്ടെന്ന് മുളയ്ക്കുകയും ചെയ്തു. നല്ല ഭംഗിയിൽ വളർന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും അക്വേറിയം പ്ലാന്റ്സ് ലൈവ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് അക്വേറിയത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിൽ വാട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. ടാങ്കിൽ വാട്ടർ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പെട്ടെന്ന് ഡയറക്റ്റായിട്ട് വെള്ളം അതിലേക്ക് ഒഴിക്കരുത്. വല്ല പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഫിൽറ്റർ 1 മണിക്കൂർ അല്ലെങ്കിൽ ജസ്റ്റ് 1/2 മണിക്കൂറെങ്കിലും ഇട്ട് വെച്ചാൽ വാട്ടറൊക്കെ ഒന്ന് ക്ലിയർ ആയി വരും. അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് CO2ൻ്റെ ലിക്വിഡ് ഫോമാണ്. ഇത് പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യമായിട്ടുള്ള എലിമെൻ്റാണ്.